ഇന്ന് ഞാനിവിടെ തന്തൂരി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ഒരു 4 പീസ് ഇതുപോലെ വലിയ പീസ് ഇതുപോലെ വരഞ്ഞ് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് വെള്ളവും ചേർത്ത് ഏകദേശം 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് ഇത് കട്ടിക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇതിലേക്കിനി ഒരു നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിക്കാം. 2 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള തൈരും ചേർത്ത് ഇത് ഒന്നും കൂടി അടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ അരപ്പിനെ ഈ ചിക്കനിലോട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ എല്ലാ സ്ഥലത്തും അരപ്പ് പിടിക്കത്തക്ക രീതിയിൽ നല്ലോണം തേച്ച് കൊടുക്കണം. മസാല എല്ലായിടവും തേച്ച് ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് തന്തൂരിയാക്കുന്നത്. ഇതിവിടെ 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ തന്തൂരിയാക്കാമെന്ന് നോക്കാം. ചുവട് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ചിക്കൻ്റെ ഓരോ പീസും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രം മൂടി വെച്ചാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇതിവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് മറച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ചും മറച്ചും വെച്ച് കൊടുത്ത് വേണം ഇത് വേവിച്ചെടുക്കേണ്ടത്. തിരിച്ചു വെച്ച ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഇത് മൂടി നമുക്കിത് വേവിച്ചെടുക്കാം. വീണ്ടും ഇത് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇത് നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടയ്ക്കാതെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് തിരിച്ചും മറിച്ചും നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. ഇതിവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചാർക്കോൾ എടുത്ത് അത് കത്തിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് ഓയിലും ഒഴിച്ച് ഈ കത്തിച്ച ചാർക്കോൾ ഇതിലേക്ക് വെച്ചിട്ട് പാത്രം മൂടി വെച്ച് ഒരു 5 മിനിറ്റും കൂടി ഇത് വേവിച്ചെടുക്കണം. ചാർക്കോൾ നല്ലതുപോലെ കത്തണം. ഇനി ഓരോ ചിക്കൻ പീസ് എടുത്ത് ഈ ഗ്യാസിലേക്കൊന്ന് പിടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒരു സ്മോക്കി സ്മെല്ലിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് ചൂടാക്കിയെടുക്കാം. ഇനി വീണ്ടും ഈ പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഈ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന കനൽ വെച്ച് കൊടുക്കാം. ഇനി ഈ പാത്രം മൂടിയിട്ട് 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആ സ്മോക്കി സ്മെല്ല് ഈ ചിക്കനിൽ പിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കനലിൽ നിന്ന് നല്ല സ്മോക്കാണ് വരുന്നത്. നല്ലതുപോലെ പുക വരുന്നുണ്ട്. ഇങ്ങനെ വന്നാൽ മാത്രമേ തന്തൂരി ചിക്കൻ്റെ ആ റിയൽ സ്മെല്ലും ടേസ്റ്റും നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിവിടെ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് ഉടൻ തന്നെ പാത്രം തുറക്കേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മൂടി ഓപ്പൺ ചെയ്യാം. ഇനി ഇത് അടപ്പൊന്ന് മാറ്റി നോക്കാം.
നല്ല സ്മെല്ലാണ് വരുന്നത്. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തന്തൂരി ചിക്കൻ ഇവിടെ തയ്യാറായി. ഇത് നല്ല സ്മെല്ലും ടേസ്റ്റും ഉള്ള നല്ലൊരു ചിക്കനാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.